നമ്മളിത് കഴിഞ്ഞ ദിവസം വന്ന 2 ദിവസം പണിത് അതേ പാടത്ത് തന്നെ, ഞങ്ങളുടെ തൊട്ടടുത്ത പാടമാണ്. ഇപ്പോൾ പറ്റി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ കുരുന്നുണ്ട്. അവിടെ പറക്കുഴിക്കകത്ത് അടിച്ചിറക്കി ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി വല വലിച്ച് നമ്മൾ അവിടെ കൊണ്ടൊക്കെ കയറ്റുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വല വലിക്കുന്ന കണ്ടില്ലേ. അന്നേരം ഇങ്ങനെ വല വലിച്ചിട്ട് വേണം ഇവിടെ നിന്ന് അവിടെ കൊണ്ട് വല കുത്തിയിട്ട്. ഇപ്പം മോട്ടർ ഓടുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ വല വലിക്കാനൊരു സൗകര്യമായി. നിരപ്പ് കൂടാണല്ലോ. ഒരു പുതിയ കൂടുതൽ അവിടെ വന്നിരിപ്പുണ്ട്. ആറേ രാഹുല വന്നില്ല. ഭയങ്കര ഐഡിയ മല ഓള മറച്ചിട്ട് പോയെന്ന് പറയാം. അക്കറൊന്നുമില്ല. അവിടെ ഒരു കമ്പിയുണ്ട്. രാത്രി തുണി കിട്ടാൻ പറഞ്ഞാൽ മതി. വലയല്ല അവിടം വരെ കുത്തി. ഇവിടുന്ന് വലിച്ചു കൊണ്ട് അവിടം വരെ കൊണ്ട് വെച്ചു വലയൊക്കെ. ഇങ്ങനെ അറ്റത്തുനിന്ന് തുടങ്ങണം പരിപാടി. ഒക്കാനാണ്. അപ്പം മോട്ടർ ഓടിക്കാനായിട്ടൊന്ന് ഇട്ടിയൊന്ന് പൊക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ കുട്ടനാട് മേഖല ഇരിക്കുന്ന പുറത്ത് നോക്കാണ്ടെന്ന് ഈ പെട്ടിയും പറയാൻ കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ പറയും പെട്ടി. അതിതിൻ്റെ ഫ്രണ്ട് ഇത് കണക്ക് പൊക്കി കൊടുക്കണം. ഇവിടെ നിന്നാണ് പൊക്കുന്നത്. വേണ്ട ആ പൈപ്പ് നോക്കി വെള്ളം കയറ്റിക്കൊണ്ട് നേരെ മോട്ടർ ഓണാക്കുക, തള്ളുക, വെള്ളം പോകുക. ഇത് കണ്ടോ, ഇതിനകത്തുകൂടി കാണാൻ പറ്റും മോട്ടറിൻ്റെ വർക്ക് ചെയ്യുന്നത്. തൊരുവാരിപ്പെട്ട മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാണ് ഈ സെറ്റപ്പ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഇച്ചിരി ഡേഞ്ചറാണ്. ഇതിന് നട്ടുണ്ട്. ഈ നട്ട് എങ്ങാനും അതിന് അഴിഞ്ഞു പോവുക, പൊട്ടിപ്പോയതാ നമ്മുടെ തലയ്ക്ക് ഈ നേരെ തന്നെ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. അങ്ങനെ പലർക്കും അപകടം എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് തന്നെ എൻ്റെ കൂടുതലുള്ള ഒരാളെ മേത്ത് കൊണ്ടിട്ടുള്ള ഈ നട്ട് ഇവിടെയല്ല, വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ പണി തുടങ്ങട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ഉടക്കോലായിട്ട് നമ്മുടെ സുഹൃത്താണെന്നല്ലോ പുള്ളി. ഇപ്പോൾ മീനെടുത്തോണ്ടിരിക്കുക. പുള്ളിക്ക് അതിനകത്ത് ചെമ്പല്ലിയുണ്ട്, സിലോപ്പിയുണ്ട്. കണ്ണിയില്ല. ചെമ്പല്ലി നല്ല സൈസ് ചെമ്പ, വലിയ കണ്ണി വല. എത്ര ഇതെത്ര? 55. ആ ഞാൻ ചെന്ന് അവിടെ നിന്ന് മേടിച്ച 55 വലയായത്. 60-ൻ്റെ ആണ്. 60-ൻ്റെ അല്ലടാ. 55-ൻ്റെ ആണ്. 60-ൻ്റെ ആയിരുന്നു തോന്നുന്നു. നല്ല എന്തല്ലേ. ആരാ? ആഹാ ആ കാലം കൂടി എടുക്കാൻ പറ്റും. റെസ്റ്റ് എടുത്തിരിക്കുവാണ്. ഇവിടെ കൊണ്ട് നോക്കുക.
അതെ, നമ്മളിവിടെ വല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പഴയ പെടുത്തി അങ്ങന്ന് നേരെ വലിച്ചുകൊണ്ട് വരിക. നമ്മൾ ഈ മീൻപിടുത്തത്തിനകത്ത് നമ്മൾ തപ്പി പിടിക്കാനോ തപ്പാനോ നോക്കുന്നില്ല. വലിയ വല അവിടുന്ന് വലിച്ചിറക്കി വലിച്ചുകൊണ്ടിങ്ങി പോന്നിട്ട് ഇതുമായിട്ട് കൂട്ടി ജോയിൻറ്റ് ചെയ്തുള്ള പരിപാടിയാണ്. അന്നേരം ഈ തപ്പിപ്പിടിക്കുന്ന എന്ന് വെച്ചാൽ സിലോപ്പിയ, ചെറിയ സിലോപ്പിയ ആയതുകൊണ്ട് അത് തപ്പി പിടിച്ചാൽ ഞങ്ങളത് പിടിച്ച് കൈ കിട്ടുന്നത് ഞങ്ങൾ നേരെ മുന്നോട്ട് എറിഞ്ഞിടുക. എന്ന് വെച്ചാൽ പിടിച്ച് നമുക്ക് വലയ്ക്കകത്തിട്ട് ചത്തു പോകും പെട്ടെന്ന്. ഇപ്പം തന്നെ വെള്ളം ഇച്ചിരി മോശമാണ്. ഇത്രയും കണ്ണം പറ്റി. ഇനി ഈ കാണുന്ന വെള്ളം കൂടിയുള്ളൂ. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇതിന് നടുക്കാ താഴ്ച ഈ പാടത്തിൻ്റെ. ഞാൻ അവിടെ കൂടിയേ ഉള്ളൂ വെള്ളം. അന്നേരം ഇന്ന് ആ വെള്ളം ഇന്ന് പറ്റും. മിക്കവാറും ഒരു ദിവസത്തെ മീൻപിടുത്തം കൂടി നമുക്കിവിടെ കിട്ടുമായിരിക്കും. എന്തായാലും പരിപാടി നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ടോ ആ കാണുന്ന പള്ളാത്തുരുത്തി പാലം ഞങ്ങൾക്ക് കാണാം, പക്ഷെ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. ഇവിടെ ഈ തകർന്ന് നിൽക്കുന്ന മൊത്തം കൂരിക്കുഞ്ഞുങ്ങൾ നമ്മുടെ 2 വല അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വന്നപ്പോഴേ മൊത്തം തിങ്ങി നിൽക്കുമോ കൂരിക്കുഞ്ഞ്. അയ്യോ, ഇതിനും വേണ്ടി കൂരിക്കുഞ്ഞുണ്ട്. ഇഷ്ടംപോലെ കൂരിക്കുഞ്ഞു. ഓ, പണ്ടൊരുവാനും കൂരിക്കുഞ്ഞു കേട്ടോ. കുരുന്നല്ലേ ആ സൈഡിൽ നിന്ന് വലിക്കുന്നുണ്ട്. യോപ്പി ചാടുന്നുണ്ടല്ലോടാ, മൊത്തം ചാടി പോവാണല്ലോ. നീ അതെ സൈഡ് കറക്റ്റായിട്ട് കുത്തി വെച്ചിട്ടേ വാ. നമുക്ക് ഇതിൻ്റെ ഇതേ കുറച്ച് മരം മേലോട്ട് കയറ്റാം. നമ്മളിത് ഈ സൈഡില്ല, ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവിടുന്ന് യൂപ്പി പുറത്തോട്ട് ചാടിപ്പോകുന്നു. കുരുന്നാ അതെ കൊള്ളിച്ച് നോക്ക്, അങ്ങോട്ട് കയറ്റി കൊള്ളിച്ച് നോക്ക്, മേലോട്ട് കയറ്റി കൊള്ളിച്ചേ. സൈഡ് വന്നില്ലേ പതിപ്പിച്ച് നോക്ക്. നമുക്ക് എന്നിട്ട് ഇവിടുന്ന് ഒതുക്കി വെക്കാം. വിട്ടു വിട്ടു വിട്ടോ വിട്ടോ വിട്ടോ. ഇവിടോ ഇവിടെ പറ വിട്ടോടാ വിറ. നമ്മുടെ വല പൊക്കിയിട്ടുണ്ട്. വല പൊക്കി നമ്മൾ ഇവിടെ തൊട്ട് വലിച്ച് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റിൽ അവിടെ കുരുന്നൻ അവിടെ പല ലാസ്റ്റ് തീർത്തെടുത്തോണ്ടിരിക്കും. ഒരു വാളയുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വലക്കകത്ത്. ഇവിടെയൊക്കെ കണ്ട, ഇവിടെയൊക്കെ സിലോപ്പി കിടപ്പുണ്ട് വലക്കകത്ത് കുറച്ച്. ഇവിടെ നിന്ന് അങ്ങോട്ട് സിലോപ്പി മറ്റേ കിടപ്പുണ്ട്. എടാ ഈ വല തന്നെ നമുക്കൊന്ന് ഒതുക്കി നിർത്താം. ഇതങ്ങോട്ട് തീർന്നില്ല, വല തീർന്നില്ല. എടാ ചേട്ടാ ഇതങ്ങോട്ട് താറ്റി വിടാ. ഇത് താറ്റി വിടാം ഇങ്ങോട്ടേക്ക്. നാവലക്കകത്ത് പറയത്തക്ക മീനില്ല. 1-2 വാളയുണ്ട്, ശകലം സിലോപ്പിയുണ്ട്. ഇത്ര മേലെ കയറി പോകുന്നു. അതവിടെ കിടക്കട്ടെ തന്നെ.
അവിടെ കിടക്കട വെള്ളത്തിയിട്, അത് പൊങ്ങിക്കുമല്ലോ ഇവിടുന്ന്. കുറുവ കളയത്. ചറ ആ മുഷിയാ വാളെ. രണ്ടാ മൂന്നാ ചെറിയ വാളച്ചാത്തിയുണ്ട്. നീ എന്നാ കാണിക്കുമോ? നീ എങ്ങനെയാ പിടിച്ചിരിക്കുന്ന പോലെ? വീണില്ലല്ലോ ഇപ്പോൾ. നമ്മളിതേ പുറവല പൊക്കിയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഒരു മുക്കാക്കലം സിലോപ്പിയുണ്ട്, കുറുവയുണ്ട്, ഒന്നും ഒറ്റ ഇടത്തരം കരിമീൻ വെള്ളത്തിയൊക്കെ ഉണ്ട്. വായിക്കാത്ത ഇരിക്കുന്ന രണ്ടാമത്തത് ഇനിയുണ്ടോ? ചെറുത് മൂന്നാമത്തെ കൊമ്പ്. കേറണം, നീ കരക്കേറണം. അതോടെ കലോട്
ശകലം ഉണ്ട്. അതിനകത്ത് ചത്ത മീൻ ഇത് പിടിച്ചു വെള്ളത്തിൽ കൊണ്ടിരിക്കുന്നു. വാളനെ ചവിട്ടിയാണ് ഇതാക്കുന്നത്. നമ്മൾ ഈ വലയുന്നത് ഈ ഒരു കലം നിറച്ചിട്ടില്ല, ഇതിൻ്റെ ഒരു പകുതിയും സിലോപ്പുണ്ട്. പിന്നെ 3 വാളയുണ്ട്. അതിലും കുഴപ്പമില്ല. ഇന്നലത്തെ തന്നെ ഇച്ചിരി കൂടുതൽ കിട്ടി. ഇന്ന് മതി. നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാം. ഇത് ഒരു വലിയ സിലോപ്പി വാളയുണ്ട്. വാളയുണ്ട്. എന്താ ഇന്നത്തെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ചെറുതല്ലേ. 3 ഓക്കെ. വെള്ളം തിരിക്കടാ. പിന്നെ കുറച്ച് കുറുവ കിട്ടിയിട്ടുണ്ട്. കുറുവ കാണിച്ചത് ഉണ്ട്. കുറച്ച് കുറുവ നമ്മൾ തിരിഞ്ഞ് മാറ്റിയത്. ഞങ്ങൾ ഇന്നെന്തായാലും ഇല്ല, വള്ളം ഇങ്ങനെ കെട്ടി വരിച്ച് മീനെ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വലിച്ചുകൊണ്ട് തന്നെ പോവുക. പക്ഷേ മീൻ ഇന്നലെ കൊണ്ടുപോയി മീൻ നമ്മൾ വള്ളത്തെ ഇട്ടുകൊണ്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മീനെല്ലാം ചത്തുപോയി. എല്ലാം കുറച്ച് ചത്തുപോയിട്ട് നമുക്ക് പ്രയോജനമില്ലാതായിപ്പോയി. അതുകൊണ്ട് ഇന്ന് നേരെ ഇത് കൽക്കട്ട. ഈ കൽക്കട്ടയിൽ കൂടി കുരുന്നൻ കരയ്ക്ക് നിന്ന് വലിക്കും. ഞാൻ പതുക്കെ വള്ളം തള്ളി അകത്തി അങ്ങ് പോകും. എടാ കടവില്ലല്ലേ, അവിടെ നിന്ന് കയറണം. അപ്പം ഞങ്ങളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുക. അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് കയറുക.